ഇപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവുണ്ടല്ലോ ആ ഒരു കൺസിസ്റ്റൻസിയിലോട്ടാണ് നമുക്ക് ആക്കിയെടുക്കേണ്ടത്. അതിനോട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ആഡ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നാളികേരം വറുത്ത് പൊടിച്ചതാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് കൊത്തിയിടണം എന്നുണ്ടെങ്കിൽ കൊത്തിയിടാം. ജസ്റ്റ് ഒന്ന് വറുത്ത് ഇത്തിരി നെയ്യിൽ വറുത്ത് പൊടിച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറോളം പറ്റുവാണെങ്കിൽ മാറ്റി വയ്ക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അപ്പം ഉണ്ടാക്കണമെങ്കിൽ അപ്പം ഉണ്ടാക്കാം. എന്നാലും ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കുക. ജസ്റ്റ് അരമണിക്കൂർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾക്ക് മാറ്റി വയ്ക്കാൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത്ര നേരം മാറ്റിയതിന് ശേഷം നമ്മളൊരു ഉണ്ണിയപ്പച്ചട്ടി എടുക്കാം. ഉണ്ണിയപ്പച്ചട്ടിയിലോട്ട് കുറച്ച് ആ കുഴിയുടെ പകുതി കണ്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇനിയിപ്പോൾ ഉണ്ണിയപ്പച്ചട്ടി വേണമെന്നില്ല, നമ്മൾ ചീനച്ചട്ടിയിലോട്ട് ഓരോ ടീസ്പൂൺ വീതം ഇങ്ങനെ കോരി ഒഴിച്ചാലും മതിയോ. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഉണ്ണിയപ്പച്ചട്ടി എടുത്തുവെന്നേ ഉള്ളൂ. അത് ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോരോ കുഴികളിലോട്ടും ഓരോ തവിയായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്താ, ഉണ്ണിയപ്പച്ചട്ടി നന്നായിട്ട് ചൂടാവാൻ ശ്രദ്ധിക്കുക. പിന്നെ ഒരുവിധം ചൂടായി കുക്കായി കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളു വേവിലെ പുറം മാത്രം ബ്രൗൺ നിറായിട്ടുണ്ടാവും. ഞാൻ ഫസ്റ്റ് ട്രിപ്പ് ഉണ്ടാക്കിയപ്പോൾ അതാണ് ഉണ്ടായത്. അപ്പോൾ നിങ്ങളതൊന്ന്